നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചട്ടഞ്ചാൽ 55 മൈലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടം. ആമയോട്ട് നടത്തുന്ന ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ശിലാചിത്രങ്ങൾ. സെപക് താക്രോയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സെപക് താക്രോ അസോസിയേഷനും തൃക്കരിപ്പൂർ താക്രോ അക്കാദമിയും ചേർന്ന് അനുമോദിച്ചു. ഇളമ്പച്ചി ഫായിക്ക അക്കാദമിയിലായിരുന്നു പരിപാടി. കാനറ ബാങ്കിന്റെ 120ാം സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഗ്രാമദത്തെടുക്കൽ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിക്ക് പുത്തികെ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾക്കായി 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ കൈമാറി. JCI കാസർഗോഡിന്റെ സുവർണ ജൂബിലി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ക്രീഡ് വ്യാഖ്യാന മത്സരം സംഘടിപ്പിക്കും. JCI ഇന്ത്യ സോൺ 19ന്റെ പരിധിയിൽ വരുന്ന കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 15നും 40നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ. കാസർഗോഡിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് ഇനി ശോഭികയുടെ രാജകീയ പ്രൗഢിയും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ RK മാളിലെ ഗ്രാൻഡ്യൂർ ഹാളിൽ പ്രൗഢമായ ചടങ്ങിൽ ശോഭിക വെഡ്ഡിംഗ്സ് കാസർഗോഡ് ഷോറൂമിന്റെ സോഫ്റ്റ് ലോഞ്ച് നടന്നു. ഇക്ബാൽ നഗർ സൗഹൃദവേദി വോളി നൈറ്റ് സംഘടിപ്പിച്ചു. PP ബ്രദേഴ്സ് അമ്പലത്തറ ജേതാക്കളായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചട്ടഞ്ചാൽ 55 മൈലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടം. ദേശീയപാതയിൽ ചട്ടഞ്ചാൽ 55 മൈലിൽ ലോറിയും BMW കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ദേശീയപാതയിൽ ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽപ്പെട്ടവരാണ് മരിച്ചത്. മംഗലാപുരം ശാന്തബല്ലുവിലെ മുഹമ്മദിന്റെ മകൻ ആഷിഫ് മുഹമ്മദ്, സുഹൃത്ത് കർണാടക നാട്ടക്കാലിലെ മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് മരിച്ചത്. മഞ്ചേശ്വരം പാവൂർ സ്വദേശികളായ ഇബ്രാഹിം ഖലീൽ ഹാഷിം, മുഹമ്മദ് റിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ആഡംബരക്കാർ പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. രാത്രി ചട്ടഞ്ചാൽ 55 മൈലിലാണ് അപകടം. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും എതിരെ സഞ്ചരിച്ച ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവത്തിൽ മേൽപ്പറമ്പ പോലീസ് ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ചട്ടഞ്ചാൽ. ആമയൂട്ട് നടത്തുന്ന ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ശിലാചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രക്കുളത്തിലെ ശിലാചിത്രത്തിന് 2000 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ പ്രസിദ്ധമായ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിന്റെ കരയിൽ മഹാശിലാ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ശിലാചിത്രങ്ങൾ കണ്ടെത്തി. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കാൽപ്പാടുകളാണ് പാറയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊത്തിവെച്ചിട്ടുള്ളത്. നിരവധി ഭക്തജനങ്ങൾ ദിവസവും ഉച്ചനേരത്ത് ചർമ്മരോഗ ശമനത്തിനായി ആമകൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നതിലൂടെ പ്രശസ്തമായ ആമക്കുളത്തോട് ചേർന്നുള്ള ഭാഗത്താണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ ആമക്കുളത്തിന് നടുവിലായി കൂർമാവതാരത്തിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമുണ്ട്. മനുഷ്യന്റെ ഒരു ജോഡി കാൽപ്പാടുകളും മൃഗങ്ങളുടെ നിരവധി കാൽപ്പാടുകളുമാണ് 2000 വർഷം മുമ്പുള്ള സംസ്കാരത്തിന്റെ ചരിത്ര സാക്ഷിയായി ഇന്നും നശിക്കപ്പെടാതെ നിലനിൽക്കുന്നത്. ശിലാചിത്രങ്ങൾ കണ്ടെത്തിയ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിലെന്ന പോലെ പള്ളം എന്നറിയപ്പെടുന്ന ജലാശയത്തിന്റെ കരയിലാണ് ആമക്കുളത്തെയും ശിലാചിത്രമുള്ളത്. ആമക്കുളത്തിലെ ആമയൂട്ടിനെ കുറിച്ച് ചരിത്ര വിഭാഗം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനികളായ AK അമൃത, K ശ്രീനന്ദ എന്നിവരിൽ നിന്ന് അറിഞ്ഞ ചരിത്ര ഗവേഷകനും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര അധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിലാണ് പ്രാചീന മനുഷ്യർ ശിലാചിത്രങ്ങൾ വരച്ചുവച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിന് സമീപത്തുള്ള ചെങ്കൽപ്പാറകളിൽ കാണപ്പെടുന്ന 1000-ലധികം ശിലാചിത്രങ്ങൾക്ക് 2000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആമക്കുളത്തിനടുത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്രമവേളകളിൽ കാൽപ്പാടുകൾ കൊത്തിവെച്ചതായിരിക്കാനാണ് സാധ്യത. എരിമക്കുളം ഉമ്മിച്ചിയിൽ മൃഗങ്ങളുടെ 10-ലധികം കാൽപ്പാടുകളാണ് പാറയിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ചീമേനി അരിയിട്ട പാറയിലും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾക്ക് പുറമെ മൃഗങ്ങളുടെ 60-ലധികം കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പൊയിലിൽ 40-ലധികം ജോഡി പാദമുദ്രകൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. കാസർഗോഡ് ജില്ലയിലെ വേടക്ക പഞ്ചായത്തിൽ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ
ക്ഷേത്രക്കുളമായ ആമക്കുളം എന്നറിയപ്പെടുന്ന 2 ഏക്കർ വിസ്തൃതിയിലുള്ള പള്ളത്തിൻ്റെ കരയിലാണ്. പള്ളമെന്ന് വിളിക്കപ്പെടുന്ന പാറയിൽ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൻ്റെ കരയിലാണ് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കാൽപ്പാടുകൾ കൊത്തിവെച്ച നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത്. പുരാതന കാലഘട്ടത്തിൽ, അതായത് ഏകദേശം 2000 വർഷമെന്ന് കരുതാവുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കാം രത്നഗിരി ജില്ല മുതൽ വയനാട് വരെ കാണപ്പെടുന്ന ഔഷധായുധങ്ങളുടെ ഗണത്തിൽപ്പെടുത്താൻ വേണ്ടി പറ്റുന്നവയാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പള്ളത്തിൻ്റെ കരയിലുള്ള ഈ കാൽപ്പാടുകളും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സെപക് താക്രോയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സെപക് താക്രോ അസോസിയേഷനും തൃക്കരിപ്പൂർ താക്രോ അക്കാദമിയും ചേർന്ന് അനുമോദിച്ചു. ഇളമ്പച്ചി ഫായിക്ക അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ 8 കളിക്കാർക്കാണ് അനുമോദനം നൽകിയത്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത സെപക് താക്രോ ഇന്ത്യൻ ടീമിന്റെ ഡൽഹിയിൽ നടന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കെ ശ്രേയ, രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ സെപക് താക്രോയിൽ 1ാം സ്ഥാനം നേടിയ ടീം അംഗം ശിവനന്ദ തമ്പാൻ, പഞ്ചാബിലെ പഗ്വാരയിൽ നടന്ന ദേശീയ സെപക് താക്രോ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ ടീം അംഗങ്ങളായ കെ ദേവിക, നന്ദന ബാബു, ശിവനന്ദ തമ്പാൻ, ഗുജറാത്തിലെ ഡിയുവിൽ നടന്ന ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ പങ്കെടുത്ത മറീന ഷിജു, പി ഷക്കീർ, എൻ ഹരിനന്ദൻ എന്നിവരെയാണ് അനുമോദിച്ചത്. ഫായിക്ക അക്കാദമിയിൽ നടന്ന അനുമോദന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ നടത്തുകയും അതുവഴി തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് സെപക് താക്രോയെ പറ്റി കൃത്യമായി അറിയാനും നിരവധി കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുത്തി ഭാവിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഉന്നത തലത്തിലേക്ക് എത്തിക്കാനും ഈ ഒരു കഴിഞ്ഞ നാഷണൽ ചാമ്പ്യൻഷിപ്പോടുകൂടി ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര വരെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കുട്ടികൾ മാത്രം അതിലേക്ക് വരികയും അത് പ്രാക്ടീസ് കൃത്യമായി ചെയ്ത് ഓരോ കുട്ടികൾ നല്ല ഉന്നതത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും മുഴുവനായും തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ആ നാഷണൽ ചാമ്പ്യൻഷിപ്പോട്ട് കൂടിയാണ്. സെപക് താക്രോ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി ബാബു, ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ, കെ മധുസൂദനൻ, MTP ബഷീർ, MC ഖദീജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാനറ ബാങ്കിന്റെ 120ാം സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഗ്രാമ ദത്തെടുക്കൽ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിക്ക് പുത്തികെ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾക്കായി 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ കൈമാറി. പുത്തികെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 7 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങളാണ് ബാങ്ക് നൽകിയത്. കൂടാതെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പിന്തുണയായി മുഗു ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിനും കണ്ണൂർ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിനും 1.5 ലക്ഷം രൂപ വീതം വില വരുന്ന ഉപകരണങ്ങളുമാണ് വിതരണം ചെയ്തത്. പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഷാഹിമ ഫിദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാനറ ബാങ്ക് കോഴിക്കോട് സർക്കിൾ ഡെപ്യൂട്ടി ജനറൽ മാനേജർ VK ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനവും ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയുമാണ് ഈ പദ്ധതിയിലൂടെ ബാങ്ക് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് EK മുഹമ്മദ് കുഞ്ഞി മുഖ്യാതിഥിയായിരുന്നു. കാനറ ബാങ്ക് കാസർഗോഡ് റീജിയണൽ മാനേജർ RP ശ്രീനാഥ്, ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ S തിപേഷ്, ഡിവിഷണൽ മാനേജർ പ്രസാദ്, ബാങ്ക് ഉദ്യോഗസ്ഥരായ ശ്രീജിത്ത്, ജയചന്ദ്രൻ, ഹരീഷ്, വിനീത്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള എല്ലാ റീജിയണൽ ഓഫീസും ഓരോ ഗ്രാമങ്ങളെ ദത്തെടുത്ത് വികസിപ്പിക്കുന്ന ബാങ്കിന്റെ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായാണ് പുത്തികയിൽ ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JCI കാസർഗോഡിന്റെ സുവർണ ജൂബിലി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി യുവതലമുറയിൽ JCI മൂല്യങ്ങളും ദർശനങ്ങളും കൂടുതൽ ആഴത്തിലേക്ക് എത്തിക്കുന്നതിനായി JCI ക്രീഡ് വ്യാഖ്യാന മത്സരം സംഘടിപ്പിക്കും. JCI ഇന്ത്യൻ സോൺ 19ന്റെ പരിധിയിൽ വരുന്ന കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 15നും 40നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരി 25 മുതൽ ഫെബ്രുവരി 25 വരെയുള്ള കാലയളവിൽ JCI ക്രീഡിന്റെ ആന്തരാർത്ഥവും
അതിന്റെ ജീവിതപരമായ പ്രസക്തിയും പ്രാധാന്യവും വ്യാഖ്യാനിച്ചുള്ള ലേഖനങ്ങൾ അയച്ചു നൽകേണ്ടതാണെന്നും മത്സരത്തിൽ 1, 2 സ്ഥാനം നേടുന്നവർക്ക് ഓരോ ജില്ലയ്ക്കും യഥാക്രമം 10,000 രൂപ, 5,000 രൂപ വീതം ക്യാഷ് അവാർഡും മറ്റു പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നതാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഈ വർഷം 50ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വർഷത്തെ 50ാം വാർഷികത്തിന്റെ ഒരു ഭാഗമായി നമ്മുടെ ഒരു കുറേ പ്രോജക്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് ഈ പറയുന്ന JC ക്രീഡിന്റെ ഒരു ഉള്ളടക്കം എന്താണ്, അതിൻ്റെ ഒരു സോൾ എന്താണ് എന്ന് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർഷം ഒരു പ്രോജക്റ്റായി നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ സമകാലിക ഈ ഒരു ജീവിതത്തിൽ JC എന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു JC ക്രീഡ് ഉണ്ട്. ആ ക്രീഡിനെ കുറിച്ച് ഇവിടെ പറയും. സാറിന് അതിൽ കാര്യങ്ങളുണ്ട്. അപ്പൊ JC ക്രീഡിൽ പറയുന്ന കാര്യങ്ങൾ, ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് അതിന് എന്താണ് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മത്സരം വെച്ചുകൊണ്ട് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഈ മേഖലകളിൽ JC ഓർ നോൺ JC ആരും ആയിക്കോട്ടെ അതിൽ പങ്കെടുക്കാം. അവർക്ക് നമ്മൾ എന്താണ് ഒരു ക്യാഷ് പ്രൈസ് കൂടി വെച്ചുകൊണ്ട് ഈ പറയുന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. JCI കാസർഗോഡ് ഭാരവാഹികളായ നിസാർ തായൽ, യതീഷ് വെള്ളാൽ, CK അജിത് കുമാർ, K നാഗേഷ്, അരുൺ കുമാർ, GV മിഥുൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് ഇനി ശോഭികയുടെ രാജകീയ പ്രൗഢിയും. വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്ത വിശ്വാസം കൈമുതലാക്കിയാണ് ഫാഷൻ ലോകത്തെ വിസ്മയമായ ശോഭിക വെഡ്ഡിങ്സ് സപ്തഭാഷാ സംഗമഭൂമിയിൽ ചുവടുറപ്പിക്കുവാനെത്തുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ RK മാളിലെ ഗ്രാൻഡ്യൂർ ഹാളിൽ പ്രൗഢമായ ചടങ്ങിൽ ശോഭിക വെഡ്ഡിങ്സ് കാസർഗോഡ് ഷോറൂമിന്റെ സോഫ്റ്റ് ലോഞ്ചിങ് നടന്നു. കേരളത്തിലെ വസ്ത്ര വ്യാപാര രംഗത്ത് പുതുമയാർന്ന ആശയങ്ങളുമായി മുന്നേറുന്ന ശോഭിക വെഡ്ഡിങ്സ് കാസർഗോഡ് ആരംഭിക്കുന്ന ഏറ്റവും വലിയ വെഡ്ഡിംഗ് മാളിന്റെ സോഫ്റ്റ് ലോഞ്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ RK മാളിലെ ഗ്രാൻഡ്യൂർ ഹാളിൽ വിപുലമായ ചടങ്ങുകളോടെ നടന്നു. ഫെബ്രുവരി 7 രാവിലെ 10:30 കാസർഗോഡ് പ്രവർത്തനമാരംഭിക്കുന്ന ശോഭിക വെഡ്ഡിങ്സിന്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് സോഫ്റ്റ് ലോഞ്ച് സംഘടിപ്പിച്ചത്. Yes, sir. Center to come right. This is what happening right now, Shobhika. The story is beginning. The bridal legacy to pass the road. Destination arrived. You have reached the complete wedding mall in Kerala. രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ പോകുന്നു. Yes, it is. The beautiful Shobhika wedding. Now at Kasaragod. The campaign begins. ചടങ്ങ് കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ശോഭിക വെഡ്ഡിങ്ങിന്റെ സോഫ്റ്റ് ലോഞ്ചിങ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ഇവിടെ നടത്തപ്പെട്ടു കഴിഞ്ഞു. അതിന് സാക്ഷിയാവാൻ നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ലഭിച്ചവരാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ശോഭിക വെഡ്ഡിങ് പ്രമുഖ നഗരങ്ങളിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ ഹൃദയഭാഗത്ത് 2ാമത്തെ ഷോറൂം ആരംഭിക്കുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട്, ജനങ്ങളെ വിശ്വാസം ഏർപ്പെടുത്തിക്കൊണ്ട്, ഗുണനിലവാരത്തിലൊക്കെ മേന്മ പറഞ്ഞുകൊണ്ട് ശോഭിക വെഡ്ഡിംഗ് കാസർഗോഡ് നഗരത്തിൽ തീർച്ചയായിട്ടും ഉയർന്നെഴുന്നേറ്റ് നിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ KM ഹനീഫ്,
കാസർഗോഡ് നഗരസഭാംഗം രാജേഷ് അമൈ, KVVS പ്രസിഡന്റ് ശോഭ ബാലൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ശോഭിക വെഡ്ഡിങ്സിന്റെ ജനറൽ മാനേജർ റിഷാദ് ആലൂക്കൽ ചടങ്ങിൽ അതിഥികളെ സ്വാഗതം ചെയ്തു. ശോഭിക വെഡ്ഡിങ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഇമ്പിച്ചി അഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ, ഇർഷാദ് ഫജർ, ഷംസുദ്ദീൻ കല്ലിൽ, ഹാഷിർ ഫജർ എന്നിവർ ശോഭികയുടെ വരാനിരിക്കുന്ന സ്റ്റോറുകൾ, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഉപഭോക്തൃ സൗഹൃദ സമീപനം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. എല്ലാവരെയും ഞങ്ങളെ സ്വീകരിച്ച് ഈ തിരക്കിനിടയിലും ഞങ്ങളെ കൂടെ ശോഭയോടൊപ്പം ചേരാൻ വന്ന എല്ലാവർക്കും സർവശക്തത്തെ അനുഗ്രഹം നാട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ശോഭിക പറ്റി ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ വയനാട്ടിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ മലബാറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇന്ന് ശോഭികയുടെ ഷോറൂമുകൾക്ക് ഞങ്ങളിങ്ങനെ വളരാൻ സഹായിച്ചത് ഞങ്ങളുടെ വിശ്വാസമാണ്. ശോഭിക എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പിറകെ ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങൾ നേരിടുന്ന മൂലകൾ കണ്ണിപൊട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സാധിച്ചതിന് സർവശക്തിന് സ്തുതി നൽകട്ടെ. അതോടൊപ്പം തന്നെ ശോഭികയെ സഹായിച്ച ഒരുപാട് ഇപ്പം ഞങ്ങൾ ഈ കാസർഗോഡ് എത്തിയപ്പോൾ കാസർഗോഡിൻ്റെ ഒരുപാട് ആൾക്കാർ ജനപ്രതിനിധികളായാലും ഞങ്ങളെ ഈ കാസർഗോഡിൻ്റെ ഞങ്ങളെ ഇന്നത്തെ ഈ ബിൽഡിംഗ് സംശയം ശോഭികയുടെ മഹമ്മദാജി കേരളിക്ക ഒരുപാട് സഹായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത നമ്മുടെ സഹോദര ബിസിനസ്സുകാരെല്ലാം ഞങ്ങളുടെ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ശോഭിക കാസർഗോഡേക്ക് കടന്നു വന്നത്. ശോഭികയെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞമാതിരി തന്നെ ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. വയനാട്ടിൽ നിങ്ങൾ ആരംഭിച്ചവരും തോട്ടത്തൊഴിലാളികളായാലും കോഴിക്കോടെത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ എല്ലാവരും ഈ ശോഭയോട് ഒപ്പം ചേർന്നുള്ള ഇതിന്റെ പാർട്ട്നേഴ്സാണ്. ശോഭിക മുതലാളിയുടേതല്ല. ശോഭികയ്ക്ക് സ്വന്തമായി ഒരു ഒറ്റ ഉടമസ്ഥരില്ല. സാധാരണ മുതലാളി എന്ന് പറയുമ്പോൾ ശോഭികയ്ക്ക് അങ്ങനെ ഒരാളില്ല. എല്ലാവരും ചേർന്നതാണ് ശോഭിക. നമ്മൾ ആദ്യമായി വന്നത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാടുള്ള നമ്മുടെ നല്ലവരായ കസ്റ്റമറാണ് നമ്മളെ വീണ്ടും കാസർഗോഡ് തന്നെ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നൽകിയത്. കാസർഗോഡുള്ള ജനങ്ങളുടെ അഗൈതവമായ ആ സ്നേഹവും ആ സൗഹൃദവുമാണ് നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് കാസർഗോഡ് എത്താൻ സാധിച്ചത്. നമ്മുടെ ഈ കാസർഗോഡ് ശോഭികയുടെ സംരംഭത്തിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് ബ്രാഞ്ചുകളിൽ ജോലി ചെയ്യുന്ന 30ഓളം സ്റ്റാഫ് അംഗങ്ങളെ നമുക്ക് നമ്മുടെ പാർട്ണർമാരെ സ്വീകരിക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായൊരു അവസ്ഥയാണ്. സ്വാഭാവികമായും എല്ലാ ഷോറൂം വരുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന 5-10 വർഷം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങളെ നമ്മുടെ കൂടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സാധിച്ചിട്ടുണ്ട്. മുന്നോട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ അഭേദമായ സഹായം ആവശ്യമാണ്. നമുക്കെല്ലാം അഭിമാനകരമായ മുഹൂർത്തം സമ്മാനിക്കുകയാണ്. മറ്റു പ്രദേശങ്ങളിൽ നിന്നല്ല, അവിടത്തെല്ലാം ജനങ്ങളുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് ഇവിടെ കാസർഗോഡേക്ക് ഇവർ കടന്നു വരുന്നത്. ഇവരെ നമുക്ക് ഏറെ പ്രോത്സാഹിപ്പിക്കണം, അവരെ നമ്മൾ ഏറെ സഹായിക്കണം. അവരുടെ സ്ഥാപനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് മാത്രം വിനയത്തോട് അഭ്യർത്ഥിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ വ്യാപാരി സമൂഹത്തിന്റെ എല്ലാ പിന്തുണ അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് എല്ലാ ആശംസ അർപ്പിക്കുകയാണ്. ഒരു അവസരം ലഭിച്ച ഒരു ബിൽഡിംഗിന്റെ ഒരു സ്പോട്ട് നൽകിയിരിക്കുന്ന ടീമിൽ നിന്നും കരീം സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം. വളർന്നു വരുന്ന കാസർഗോഡിന്റെ ശോഭിക വെഡിങ് തീർച്ചയായിട്ടും അവർ ഓരോ ജില്ലകളിൽ മാറി മാറി നമ്മുടെ ജില്ലയിൽ 2ാമത്തെ ഷോറൂമാണ് അവർ ഇന്ന് സോഫ്റ്റ് ലോഞ്ച് ചെയ്തത്. അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഫാഷൻ രംഗത്ത് ശോഭിക ഉദ്ദേശിക്കുന്ന പോലെ കാസർഗോഡ് ഒരു വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ സഹോദര സഹോദരിമാർ പിന്നെ മക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴി തീർച്ചയായിട്ടും ശോഭയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം.
Yes, sir. The Muse Cafe. For your taste buds. അപ്പോൾ നിങ്ങൾ ഷോപ്പിങ്ങിൽ വരുമ്പോൾ മ്യൂസ് കഫേ കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിരിക്കുന്നത് അല്ലേ? കാസർഗോഡിലെ മാന്യ വ്യക്തികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ സന്തോഷത്തിലാണ് നമ്മൾ. കാരണം ശോഭിക കാസർഗോഡും ശോഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാസർഗോഡ് ഇന്ന് സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞു. ഇനി ഉടനെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ലോഞ്ചിങ് ഉടനെ ഉണ്ടാവും, തുറക്കും. അതുകൊണ്ട് ഈ ശോഭികയ്ക്ക് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നതോടൊപ്പം കാസർഗോഡ് നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ എൻ്റെയും കാസർഗോഡ് നഗരസഭയുടെയും എല്ലാ ಸಹಾಯവും ಸಹಕರಣവും ವಾಗ್ದಾನ ചെയ്തു ಕೊಡುന്നു. ಭಾಗದಲ್ಲಿ ಇಂಥ ಒಂದು ಸಂಭ್ರಮ ಬಂದಿರೋದು ನಮ್ಮ ಕಾಸರಗೋಡು ಜನತೆಗೆ ಅತ್ಯಂತ ಸಂತೋಷವನ್ನು ತಂದಿದೆ. ಅದೇ ರೀತಿ ಇವರ ಈ ಸಂಭ್ರಮವು ಇನ್ನು ಮುಂದಕ್ಕೂ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಮುಂದುವರಿಯಲಿ. ಈ ಕಾಸರಗೋಡಿನ ಜನ ಇವರಿಗೆಲ್ಲರ ವಿಧದ ಆಶೀರ್ವಾದ ನೀಡ್ತಾರೆ ಹೇಳುವಂಥದ್ದು ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ನನ್ನನ್ನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಕರೆದದಕ್ಕೆ ಸಂತೋಷ. ಈ ಮೊತ್ತ ಈ ಒಗ್ಗಟ್ಟನ್ನು ಕಂಡ್ರೆ ಎಲ್ರಿಗೂ ಸಂತೋಷವಾಗ್ತಾ ಇದೆ. ಅವಕಾಶ ಕೊಟ್ಟದಕ್ಕೆ ಧನ್ಯವಾದಗಳು. ಧನ್ಯವಾದ. ಹೇಗಿದ್ದೀಯಾ? ഷോറൂം കെട്ടിടത്തിന്റെ ഉടമയായ കരീം ഹാജി, മുദഫർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഷോറൂം മാനേജർ അംജാദ് ചടങ്ങിന് നന്ദി അറിയിച്ചു. കാസർഗോഡ് 4 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ശോഭിക വെഡ്ഡിംഗ് ഷോറൂം കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഷോറൂമുകളിൽ ഒന്നാണ്. വിവാഹ വസ്ത്രങ്ങൾ, കാഷ്വൽ വെയർ, കസ്റ്റമൈസേഷൻ വിഭാഗങ്ങൾ, ഹോം ഡെക്കർ, പെർഫ്യൂം, ഫുട്വെയർ, കോസ്മെറ്റിക്സ്, വാച്ചുകൾ, ഇമിറ്റേഷൻ ഗോൾഡ് എന്നിവ ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാം ലഭ്യമാകുന്ന ദി കംപ്ലീറ്റ് വെഡ്ഡിംഗ് മാൾ എന്ന ആശയമാണ് ശോഭിക കാസർഗോഡ് എത്തിക്കുന്നത്. കാസർഗോഡ് ആദ്യമായാണ് ഇത്ര വിപുലമായ രീതിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും ശേഖരം ഒരുമിച്ച് അവതരിപ്പിക്കുന്നത്. മികച്ച ഗുണനിലവാരവും മിതമായ നിരക്കും ശോഭിക വെഡ്ഡിങ്സിന്റെ പ്രധാന പ്രത്യേകതകളാണ്. ഫെബ്രുവരി 7 നടക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗോടെ കാസർഗോഡിന്റെ വസ്ത്ര വ്യാപാര മേഖലയിൽ ഒരു പുതിയ അധ്യായമാണ് ശോഭിക വെഡ്ഡിങ്സ് കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇക്ബാൽ നഗർ സൗഹൃദവേദി വോളി നൈറ്റ് സംഘടിപ്പിച്ചു. PP ബ്രദേഴ്സ് അമ്പലത്തറ ജേതാക്കളായി. DYSP ഉത്തം ദാസ് വോളി നൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇക്ബാൽ നഗർ സൗഹൃദവേദി സംഘടിപ്പിച്ച വോളി നൈറ്റ് വോളിബോൾ ടൂർണമെന്റിൽ അത്യന്തം വാശിയേറിയ മത്സരത്തിൽ VP ബ്രദേഴ്സ് അമ്പലത്തറ ജേതാക്കളായി. റിഫായിയ ബ്രദേഴ്സ് റണ്ണേഴ്സപ്പായി. ഗാലറികൾ തിങ്ങി നിറഞ്ഞ മത്സരം വീക്ഷിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി കായിക പ്രേമികളാണ് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തിയത്. ക്രൈംബ്രാഞ്ച് DYSP P ഉത്തം ദാസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കളിക്കാരുമായി പരിചയപ്പെട്ടു. ആശംസിക്കുന്നു. ഇതിന് പിന്നിലുള്ള എല്ലാവരെയും, സംഘാടകരെയും നാട്ടുകാരെയും എല്ലാവരെയും ആവേശകരമായ ഈ ഒരു വോളിബോൾ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചതിന് അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ജയ് ഹിന്ദ്. M ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഹമ്മദ് കിർമാണി സ്വാഗതം പറഞ്ഞു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ MBM അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. നേരത്തെ സംസാരത്തിൽ കിർമാനി പറയുകയുണ്ടായി സീസൺ 2 ഇവിടെ നടക്കുമെന്നുള്ളത് പറഞ്ഞു. എന്നാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഈ സീസൺ 2നും നൽകുമെന്നൊരു ഉറപ്പ് നൽകുകയാണ്. ഇവിടെ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. വാർഡ് മെമ്പർ C കുഞ്ഞാമിന ആശംസയർപ്പിച്ച് സംസാരിച്ചു. V അബ്ദുൾ റഹ്മാൻ നന്ദി രേഖപ്പെടുത്തി. ഒന്നാം സമ്മാനമായ 35,000 രൂപ സ്പോൺസർ ചെയ്തത് സൂപ്പർടെക്കും, രണ്ടാം സമ്മാന തുക 25,000 രൂപ സ്പോൺസർ ചെയ്തത് ഗൾഫ് വ്യവസായ പ്രമുഖൻ M ഹമീദായുമാണ്. 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ചവർക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും ഇക്ബാൽ നഗർ സൗഹൃദ കൂട്ടായ്മയുടെ ഭാരവാഹികളും സംഘാടക സമിതിയും ചേർന്ന് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുമ്പള നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിലുണ്ടായ കവർച്ചയിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി. ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കവർച്ചക്കാരുടേതെന്ന് കരുതുന്ന നിരവധി വിരലടയാളങ്ങളാണ് കണ്ടെത്തിയത്.
കാസർഗോഡ് ബാറിലെ അഭിഭാഷക ചൈത്രയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് 29 പവൻ സ്വർണവും 1/4 ലക്ഷത്തിന്റെ വെള്ളിയും 5000 രൂപയും കവർച്ച ചെയ്തത്. കുമ്പള നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിലെ കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ടി.കെ. മുകുന്ദൻ, SI കെ. ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിൽ കേസിന് തുമ്പുണ്ടാക്കുവാൻ സഹായകമാകുന്ന നിർണായക തെളിവുകൾ കണ്ടെത്തിയതായാണ് വിവരം. ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കവർച്ചക്കാരുടേതെന്നു കരുതുന്ന നിരവധി വിരലടയാളങ്ങൾ കണ്ടെത്തി. പോലീസ് നായ വീട്ടിലും പരിസരത്തും മണം പിടിച്ച ശേഷം റോഡ് വരെ ഓടി നിന്നിരുന്നു. ഇവിടെ വച്ചായിരിക്കാം കവർച്ചക്കാർ വാഹനത്തിൽ കയറി സ്ഥലം വിട്ടതെന്നാണ് സംശയിക്കുന്നത്. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ നായിക്കാപ്പിലുള്ള വീട്ടിൽ ഞായറാഴ്ച രാത്രിയാണ് കവർച്ച നടന്നത്. 29 പവൻ സ്വർണവും 1/4 ലക്ഷത്തിന്റെ വെള്ളിയും 5000 രൂപയുമാണ് കവർച്ച ചെയ്തത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ അലമാര തകർത്താണ് ആഭരണങ്ങളും പണവും കവർന്നത്. ചൈത്രയും കുടുംബവും വീടുപൂട്ടി കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് പോയതായിരുന്നു. രാത്രി 8 മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമം സംഘടിപ്പിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗാന്ധിയെ ഓർക്കാം, കേരളത്തെ കാക്കാം എന്ന മുദ്രാവാക്യമുയർത്തി വർഗീയതയ്ക്കെതിരെ കാഞ്ഞങ്ങാട് വൈകുന്നേരം 4 മണിക്ക് ബഹുജന സംഗമം സംഘടിപ്പിക്കും. വർഗീയ ശക്തികൾ കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബോധപൂർവം പരിശ്രമിക്കുന്നത് തടയാനാണ് സംഗമം. ഗാന്ധിഘാതകരും ഗാന്ധി ശിഷ്യന്മാരും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒന്നിക്കുന്നതിനെതിരെ മതനിരപേക്ഷ മനസ്സുണർത്തി വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളും കൈകോർക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വളരെ കൃത്യമായി നമ്മൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തെ ഗാന്ധിയെ ഓർക്കാൻ നമ്മുടെ കേരളത്തിൽ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ബഹുജന സംഗമമാണ്. ആ രാഷ്ട്രീയ പ്രാധാന്യമെല്ലാം ഉൾക്കൊണ്ട് നമുക്ക് ഒരു ഉജ്ജ്വലമായ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ വർഗ ബഹുജന സംഘടനകൾ നടത്തിയ പരിപാടികളിൽ വെച്ച് ഏറ്റവും വർദ്ധിത ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു പരിപാടിയായി മാറ്റാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇത് സംഘാടക സമിതിക്ക് പിന്നെ വേറെ അധികം ആലോചിക്കാനൊന്നുമില്ല. മറ്റ് സമ്മേളനമോ വേറെ കലോത്സവം മാതിരിയുള്ള സംഘാടക സമിതിയല്ല. കാരണം ഇത് അതാത് സംഘടനാ കമ്മിറ്റികൾ വിചാരിക്കേണ്ടതാണ് ഈ ആളുകൾ തന്നെ. പിന്നെ അതിനൊരു കോർഡിനേഷൻ കൊടുക്കാനും ഇവിടുത്തെ സംഘാടനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘാടക സമിതി ഉപയോഗിക്കുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഉത്തരവാദിത്തം അതിലൂടെ വന്നിട്ടുള്ള അതാത് സംഘടനാ ഭാരവാഹികൾക്കാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P. ബേബി അധ്യക്ഷത വഹിച്ചു. TK ചന്ദ്രമ്മ, ഓമന രാമചന്ദ്രൻ, K. പ്രണവ്, റഷിദ C. പവിത്രൻ, പ്രവിശ, പ്രമോദ് എന്നിവർ സംസാരിച്ചു. DYFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി VV രമേശിനെ ചെയർമാനായും രജീഷ് വെള്ളാട്ടിനെ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വ അധിനിവേശ ഭീകരതയ്ക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. KSTA ജില്ലാ സെക്രട്ടറി KV സുജാത കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വ അധിനിവേശ ഭീകരതയ്ക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നുകയറി ആക്രമണം നടത്തി വെനസ്വേലയുടെ പ്രസിഡന്റിനെ തടവിലാക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ ലോകത്താകമാനം പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അമേരിക്കൻ ദാസ്യവേലയുടെ ഭാഗമായി ഇന്ത്യ ഒരു പ്രതിഷേധം ഉയർത്താത്തത് പ്രതിഷേധാർഹമാണെന്ന് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ പരിസരത്ത് കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് KSTA ജില്ലാ സെക്രട്ടറി KV സുജാത പറഞ്ഞു. എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന ഒരു നിയമവും പാലിക്കാതെ ലോക പോലീസായി ചമഞ്ഞുകൊണ്ട് അമേരിക്ക നടത്തുന്ന സാമ്രാജ്യത്വ അധിനിവേശങ്ങൾ തുടങ്ങിയത് അടുത്ത കാലത്തൊന്നുമല്ല. പഴയകാലത്തെ സാമ്രാജ്യത്വത്തിന്റെ നിർവചനങ്ങൾ മാറി എന്നുള്ളത് മാത്രം. ഒരു കാലഘട്ടത്തിൽ പ്രകൃതി വിഭവങ്ങളും മറ്റും കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധിനിവേശമാണ്, അല്ലെങ്കിൽ വിപണികൾ കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധിനിവേശമാണ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ രാജ്യത്തെ തന്നെ അതിന്റെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന്റെ ഭരണം തന്നെ അസ്ഥിരമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ കയ്യിൽ നിന്ന് കാണുകയാണ് നമ്മൾ.
ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെനസ്വേല മാത്രമല്ല, അതിനുശേഷവും നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളുടെ മേൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ, ജനാധിപത്യത്തിന് മേൽ അധികാരം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പരാജയപ്പെട്ടിട്ടുള്ള അപൂർവ നിമിഷങ്ങൾ നമുക്കറിയാം. വിയറ്റ്നാമിനെ പോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിട്ടുള്ള അമേരിക്ക അതിന്റെ എല്ലാ കരുത്തും ഉപയോഗിച്ചുകൊണ്ട് ഒരു സത്യത്തിന് നിരക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ രാജ്യങ്ങളെ ഇന്ന് കൈയടക്കുന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് R.K. സുധീഷ് അധ്യക്ഷത വഹിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ജയപാലൻ, യൂണിയൻ സംസ്ഥാന സെക്രട്ടറി A. സുധാകരൻ, ജില്ലാ സെക്രട്ടറി K. വിനോദ്, ജില്ലാ പ്രസിഡന്റ് S. ഗോവിന്ദരാജ്, ട്രഷറർ B. സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സെക്രട്ടറി M. ജയൻ സ്വാഗതം പറഞ്ഞു. അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംഘവേദി പടിഞ്ഞാറേക്കരയുടെ ആഭിമുഖ്യത്തിൽ സ്വർഗീയ SK കുട്ടൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റും ഗ്രാമോത്സവവും സംഘടിപ്പിച്ചു. പരിപാടി BJP മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘവേദി പടിഞ്ഞാറേക്കരയുടെ ആഭിമുഖ്യത്തിൽ സ്വർഗീയ SK കുട്ടൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റും ഗ്രാമോത്സവവും സംഘടിപ്പിച്ചു. പരിപാടി BJP മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ആരാണ് കുട്ടേട്ടൻ എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ള മറുപടിയല്ല ആരും തരുന്നത്. കുട്ടേട്ടൻ ഞങ്ങളുടെ എല്ലാമായിരുന്നു എന്നുള്ളതാണ് ഒരു മറുപടി. കുട്ടേട്ടൻ ഒരു വികാരമാണ്, കുട്ടേട്ടൻ ഒരു മാർഗദീപമാണ്. കുട്ടേട്ടൻ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് കുടുംബത്തിലുള്ളതിലുപരിയായിട്ടുള്ള ഒരു സന്തോഷവും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതികരണമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ലഭിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും കുട്ടേട്ടന്റെ ഒരു ആരാധികയായിട്ട് ഞാനും മാറിയതാണ്. നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് പുതുതലമുറയെ ഇത്രത്തോളം ആവേശം കൊള്ളിച്ച ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ കുട്ടേട്ടന് ശേഷം നമ്മുടെ ഈ പടിഞ്ഞാറേക്കരയിൽ അത്തരത്തിലുള്ള ഒരാളുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ പടിഞ്ഞാറേക്കര ഗ്രാമം ഒന്നായിട്ട് ഒരു ഉത്സവം പോലെ, ആഘോഷം പോലെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതും അദ്ദേഹത്തെ ഒപ്പം ചേർത്ത് നിർത്തുന്നതും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ഇത്തരത്തിൽ പ്രണമിക്കുന്നതും. SK കുട്ടന്റെ പത്നി തങ്കമണിയമ്മ നവ്യ ഹരിദാസിന് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഗ്രാമോത്സവം മുഖ്യാതിഥി സുകുമാരൻ മാസ്റ്റർ പെരിയച്ചൂർ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ മധുസൂദനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് നീലേശ്വരം, മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത്, BJP അജാനൂർ പഞ്ചായത്ത് ഈസ്റ്റ് പ്രസിഡന്റ് പ്രസാദ്, ഡോക്ടർ നമിത, സംഘാടക സമിതി പ്രസിഡന്റ് NV ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാജീവൻ പടിഞ്ഞാറേക്കര സ്വാഗതവും മഞ്ജുഷ KV നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ ഡോക്ടർ കാളിദാസ്, ഡോക്ടർ ഗോപിക, അഡ്വക്കേറ്റ് വീണ, ശ്രീഹരി MBA, തൈക്കോണ്ടോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മെഡൽ നേടിയ ദയ എന്നിവർക്ക് സ്നേഹോപഹാരം നൽകി. തുടർന്ന് കലാകായിക പരിപാടികളോടുകൂടി ടൂർണമെന്റിന് ഗംഭീര തുടക്കം കുറിച്ചു. മത്സരത്തിൽ വിജയികളായ BT ഗല്ലി, രണ്ടാം സ്ഥാനം നേടിയ ഫൽക്കൺ കളനാട് എന്നിവർക്കുള്ള ട്രോഫി BJP മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, BMS മുനിസിപ്പൽ സെക്രട്ടറി സുധീഷ് മുത്തപ്പൻതറ എന്നിവർ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം കിഴക്കുംകരയിൽ വെച്ചാണ് നടന്നത്. ധീരരക്തസാക്ഷി പുഷ്പന്റെയും അകാലത്തിൽ മരണമടഞ്ഞ അഡോട്ടി VP പ്രശാന്തിന്റെയും പേരിലുള്ള നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് പതാക ഉയർത്തിയതോടുകൂടി സമ്മേളന പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. യുവാക്കളുടെ നിലവിലുള്ള തൊഴിൽ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകൾ ആവശ്യമുള്ള ആളുകളെ നിയമിക്കാത്തത് സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. 80-ൽ DYFI രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അന്ന് രാജ്യത്തുയർന്നു വന്ന വിഘടനവാദ ശ്രമങ്ങൾ, പഞ്ചാബിലാണ് DYFI രൂപീകരിക്കപ്പെടുന്നത്. പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികളുടെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ സമരമുഖമാണ് അത് തീർത്തത്.
പഞ്ചാബിലെ ലുധിയാന കർത്താർ സിംഗ് സരഫയുടെ നാടാണ്. ഉജ്ജ്വലമായ മനുഷ്യ വിമോചന പോരാട്ടത്തിന്റെ പുറമുഖത്ത് ധീരരക്തസാക്ഷിത്വം വരിച്ച കർത്താർ സിംഗ് സരഫയുടെ നാട്ടിൽ വെച്ചാണ് ഈ മഹാപ്രസ്ഥാനം രൂപപ്പെടുന്നത്. ആ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അരുൺ സിംഗിനെ പോലെയുള്ള ധീരരായിട്ടുള്ള പോരാളികൾ ആ പഞ്ചാബിന്റെ മണ്ണിൽ മരിച്ചു വീഴുന്നു, രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ സമ്മേളനം തന്നെ നടത്താൻ കഴിയുമോ എന്ന തരത്തിലുള്ള ഒരു സംഘർഷ കേന്ദ്രമായിട്ട് ആ പ്രദേശം മാറുന്ന ഘട്ടത്തിലും ഡിവൈഎഫ്ഐയുടെ രൂപീകരണ സമ്മേളനം ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷത വഹിച്ചു. എൻ ദീപുരാജ് രക്തസാക്ഷി പ്രമേയവും പി കെ പ്രജീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ്, എം വി രതീഷ്, വി ഗിനീഷ്, അനീഷ് കുറുമ്പാലം, എൻ വി ഹരിത, വി പി അമ്പിളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചട്ടഞ്ചാൽ 55 മൈലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടം. ആമയോട്ട് നടത്തുന്ന ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ശിലാചിത്രങ്ങൾ. സെപക് താക്രോയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സെപക് താക്രോ അസോസിയേഷനും തൃക്കരിപ്പൂർ താക്രോ അക്കാദമിയും ചേർന്ന് അനുമോദിച്ചു. ഇളമ്പച്ചി ഫായിക്ക അക്കാദമിയിലായിരുന്നു പരിപാടി. കാനറ ബാങ്കിന്റെ 120ാം സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഗ്രാമദത്തെടുക്കൽ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിക്ക് പുത്തികെ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾക്കായി 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ കൈമാറി. JCI കാസർഗോഡിന്റെ സുവർണ ജൂബിലി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ക്രീഡ് വ്യാഖ്യാന മത്സരം സംഘടിപ്പിക്കും. JCI ഇന്ത്യ സോൺ 19ന്റെ പരിധിയിൽ വരുന്ന കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 15നും 40നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ. കാസർഗോഡിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് ഇനി ശോഭികയുടെ രാജകീയ പ്രൗഢിയും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ RK മാളിലെ ഗ്രാൻഡ്യൂർ ഹാളിൽ പ്രൗഢമായ ചടങ്ങിൽ ശോഭിക വെഡ്ഡിംഗ്സ് കാസർഗോഡ് ഷോറൂമിന്റെ സോഫ്റ്റ് ലോഞ്ച് നടന്നു. ഇക്ബാൽ നഗർ സൗഹൃദവേദി വോളി നൈറ്റ് സംഘടിപ്പിച്ചു. PP ബ്രദേഴ്സ് അമ്പലത്തറ ജേതാക്കളായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.